ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല അടിപൊളി ട്രേഡിംഗ് ഡേ ആയിരുന്നു. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലുകാരുടെ എല്ലാ ട്രേഡ് സെറ്റപ്പും വെച്ചുള്ള ലെവൽ ട്രേഡിംഗ് ആക്റ്റീവ് ആയിരുന്നു. കിഡിലമായിട്ട് നമ്മുടെ ഓപ്ഷൻസ്, നമ്മുടെ മെന്ററിംഗ് ബാച്ചുകാർക്ക് കൊടുത്ത ഓപ്ഷൻസിന്റെ ടേബിൾ ആക്റ്റീവ് ആയിരുന്നു. ലൈവ് ട്രേഡിംഗിൽ പറഞ്ഞ ട്രേഡ് സെറ്റപ്പ് ഒക്കെ ആക്റ്റീവ് ആയിരുന്നു. ചുരുക്കി പറയാൻ നല്ലൊരു കിഡിലൻ ട്രേഡിംഗ് ഡേ കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇന്ന് മാർക്കറ്റിൽ കടന്നു പോയത്. സോ ഇന്ന് നിങ്ങൾ നോക്കിയാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ഓപ്പൺ, ഇന്നലത്തെ സ്പൈക്കിന്റെ ഭാഗത്തൊക്കെ ആശാൻ അവിടെ ഓപ്പൺ ചെയ്തായിരുന്നു. ഓപ്പൺ ചെയ്ത് തിരിച്ച് താഴേക്ക് ഇറക്കി ഇന്നലത്തെ വാല്യൂയുടെ ഹൈ പൊട്ടി പി ഒസിന്റെ ഭാഗത്തേക്ക് ഒരു എക്സ്പെൻഷൻ പ്രതീക്ഷിച്ചു. പക്ഷെ എന്ത് ചെയ്തു, തിരിച്ചു കയറി ഒരു നോർമൽ വേരിയേഷൻ അപ്പായിട്ടാണ് മാർക്കറ്റ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് എന്ന് ചിലർ പറയുമ്പോൾ ഞാൻ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയാം, ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. നമ്മുടെ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിട്ടാണ് മിഡ് ക്യാപ്പ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ മിഡ് ക്യാപ്പിന്റെ പി ഒ സി വന്നിരിക്കുന്നത് 12,408 ഭാഗത്തേക്കാണ് മിഡ് ക്യാപ്പിന്റെ പി ഒ സി വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ പി ഒ സി മിഡ് ക്യാപ്പിൽ നിന്ന് മാറ്റി ഇങ്ങോട്ടാക്കാം, 12,408 ഭാഗത്തേക്ക് 12,408 ഭാഗത്തേക്ക് ഞാൻ ആ പി ഒ സി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇനി ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ 12,605 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ. സോ എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 12,605 ഭാഗത്തേക്കാണ് മാർക്കറ്റ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. സോ അത് എങ്ങോട്ട് പോകും? ആ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 12,660 ഭാഗത്തേക്ക് പോകാം. എത്രയാണ്? 12,660 എന്ന് പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ 12,660 ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. അത് ഈ ഒരു ഓപ്പണിങ്ങിന്റെ ഭാഗത്തേക്കാണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 12,700 ഭാഗത്തേക്ക്, എത്രയാണ് ആ ബിഗ് ഒരു സെല്ലിംഗ് വന്ന ഏരിയ ആണ്. 12,700 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് മാർക്കറ്റിൽ കൂടുതലായിരിക്കും. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 12,742 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയയുടെ ഭാഗത്തേക്ക്, ഏത് ദിവസത്തെ വാല്യൂ ഏരിയ ഭാഗമാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 25 മാർച്ചിന്റെ വാല്യൂ ഏരിയ ലോ ആയ 12,743 ഭാഗത്തേക്ക് പോകാം. R3 എന്ന് പറയുമ്പോൾ 12,743 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 12,605 മുകളിൽ മിഡ് ക്യാപ്പിൽ ആ ബുള്ളിഷ് റെഫറൻസ് ആക്റ്റീവായി മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്ന 12,330 ഇന്നത്തെ വാല്യൂ ഏരിയ ലോയ്ക്ക് താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പം 12,330 താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ സെല്ലിംഗ് ഫസ്റ്റ് എവിടെ വരാം? 12,280 ഭാഗത്തേക്ക് വരാം. 12,280 ഇന്നത്തെ ഒരു ലോയുടെ ഭാഗമാണ്. 12,280 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ ഈ പി ഒ സി ആയ കഴിഞ്ഞ ഫ്രൈഡേയുടെ പി ഒ സി ആയ 12,220 ഭാഗത്തേക്ക് വരാനും ചാൻസ്. 12,220 ഭാഗത്തേക്കും 12,220 ഭാഗത്തേക്കും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 12,193 ഭാഗത്തേക്കും വരാം. എത്രയാണ്? 12,180 ഭാഗത്തേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ 12,330 പൊട്ടാണെങ്കിൽ മാർക്കറ്റ് ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സൽ സെറ്റപ്പും അതിന് താഴെ ഈ ഒരു സ്പൈക്കിന്റെ ക്ലോസ് ആയ 12,180 ഭാഗത്തേക്കൊക്കെ വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. ചെറിയൊരു സ്പൈക്കോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് അങ്ങോട്ട് വലിയൊരു മൂവ്മെന്റ് നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റി തന്ന പോലെ മിഡ് ക്യാപ്പിൽ തന്നിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്തത്, നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്തെന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഇന്നലത്തെ വാല്യൂ, അതായത് സ്പൈക്കിന്റെ ഹൈഡ് അവിടെ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങി. എല്ലാവരും പ്രതീക്ഷിച്ച് വാല്യൂ ഏരിയ ഹൈ പൊട്ടി ഈ പി ഒ സിയുടെ ഭാഗത്തൊക്കെ വരുമെന്നൊക്കെ പലരും പ്രതീക്ഷിച്ചു. നടന്നില്ല. വാല്യൂ ഏരിയ ഹൈഡ് എത്തും മുമ്പേ തന്നെ അടിച്ച് പണ്ടടങ്ങി മുകളിലൂടെ കയറ്റിവിട്ട അവസ്ഥയിലാണ് ബാങ്ക് നിഫ്റ്റി പോയിരിക്കുന്നത്. ഒരു പക്ക ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ അപ്പായിട്ടുള്ള ദിവസമാണ്. വിത്ത് എച്ച് പീരിയഡിന്റെ സ്പൈക്ക് ക്ലോസ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ട്രെൻഡിങ് സ്ട്രക്ചറിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. പി ഒ സി മൂവ് ചെയ്തിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ്, ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ അപ്പ് ഡേ ആണ്. ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. ഒ ടി ഡിയുടെ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച്. ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് അപ്സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഒ ടി ഡി അപ്പാണ്.
നമ്മുടെ പി ഒ സി മോളോട്ട് മെർജ് ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എച്ച് പി ഒരു സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു സ്പൈക്കോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ അപ്ഡേ ആണ്, ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആണ്. 51,583 ഭാഗത്തേക്കാണ് പി ഒ സി. ഇപ്പൊ ഞാൻ ആ ഫസ്റ്റ് തട്ടിയ പി ഒ സി എങ്ങോട്ട് കൊണ്ടുവരാം? 51,584 ഭാഗത്തേക്ക് ഞാൻ ആ പി ഒ സി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 52,750 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുള്ളൂ. അതാണ് 52,750 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും. ആ ബൈ എങ്ങോട്ട് പോകും? ഫസ്റ്റ് 12,900 ഭാഗത്ത്, 12 എപ്പോഴും ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പിന്റെ ആ ഒരു ഭാഗത്ത് കിടക്കുകയാണ്. 52,900 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകും. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. അതിന് മുകളിൽ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് 53,000. നമുക്ക് അടുത്ത നിൽക്കുമ്പോൾ അടുത്ത നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ 53,200 ഭാഗത്തേക്ക് പോകാം. സോ ചുരുക്കി പറഞ്ഞ ഞാൻ R2 എന്ത് ചെയ്യാൻ പോകുന്നു? 53,105 ഭാഗത്തേക്ക് ഞാനൊന്ന് കൊണ്ടുവരും. കാരണം അവിടെ അതിന് ഇടയ്ക്കൊരു ഗ്യാപ്പ് കിടപ്പുകളുണ്ട്. 53,105 അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ 53,347 ഭാഗത്തേക്ക്, എത്രയാണ്? 53,347 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിന് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 54,750 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് 53,800 എന്ന് പറഞ്ഞ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു മീൻ റിവേർഷൻ ട്രേഡ് സെറ്റപ്പ് പോസിബിൾ ആയ ഒരു സ്ട്രക്ചർ അവിടെ ഓപ്പൺ ആയി വരും. ഓർത്തോളുക, ആദ്യം അവ ഏത് കിടക്കണം? 52,750 മുകളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ക്ലോസ് ചെയ്താൽ മാത്രമേ ആ ഒരു ട്രേഡ് സെറ്റപ്പ് അവിടെ പോസിബിൾ ആയിട്ട് വരുള്ളൂ. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്നത് എന്താണ്? ഈ 51,170 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കൂ. എത്രയാണ്? 51,170. ഇന്നത്തെ ഒരു ലോവർ സ്ട്രക്ചറിന്റെ ഭാഗം 51,170 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ആ സെല്ലിംഗ് എവിടെ വരാം? 51,000 എന്ന് പറഞ്ഞ റൗണ്ട് നമ്പർ ഫിഗറിന്റെ ഭാഗം 51,000 ഭാഗത്തേക്ക് ഫസ്റ്റ് വരാനും, സെക്കൻഡ് ടാർഗറ്റ് അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്തത് 50,000 ഈ ജെയുടെ മിഡ് ബാക്ക് അല്ലെങ്കിൽ ഐയുടെ 50,800 ഭാഗത്തേക്ക്, അതാണ് 50,800 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 50,552 ഭാഗത്ത്, 50,552 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 51,170 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ ആക്റ്റീവ് ആവാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. സോ ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്നത്. ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ അപ്ഡേറ്റ് ആണ്, ഒരു ട്രെൻഡിങ് സ്ട്രക്ചറാണ് ബാങ്ക് നിഫ്റ്റിയിൽ കൃത്യമായിട്ട് ഉള്ളത്. നമുക്കിനി നോക്കേണ്ടത് കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റി, നമ്മുടെ നിഫ്റ്റി നിഫ്റ്റി ആയിരുന്നു എന്നറിയാമോ? ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അപ്പായിട്ട് വന്ന നിഫ്റ്റി അതിന്റെ ഭാഗം ഫെയിലിയർ ആയിട്ട് ഇന്നലത്തെ വാല്യൂയുടെ ഭാഗത്തേക്ക് എൻ്റർ ആയി. പക്ഷെ അവിടെ വെച്ച് ഡീ ഫെയിലിയർ വന്നു, ഡയറക്ഷൻ ഫെയിലിയർ ആയി, മാർക്കറ്റ് ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നു, HPDൽ FA കൺഫേം ചെയ്തു, ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. സോ ഓവർ അപ്പായിരുന്ന നിഫ്റ്റി ഫെയിൽഡ് ആയിട്ട് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് നിഫ്റ്റി ക്ലോസ് അയക്കുന്നത്. പി ഒ സി വന്നേക്കുന്നത് 22,650 ഭാഗത്തേക്കാണ് പി ഒ സി വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ആ പി ഒ സി ഒന്ന് തട്ടി മുകളിൽ കൊണ്ടുവരണം. എത്രയാണ്? 22,651 ഭാഗത്തേക്ക് ഞാൻ ആ പി ഒ സി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ 22,586 താഴെ ഞാൻ സെല്ല് എടുക്കണം. അതാണ് 22,586 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 523 ഭാഗത്തേക്ക്, എത്രയാണ്? 22,523, 22,522 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ ഈ ജെയുടെ ലോയ 22,480, എത്രയാണ്? 22,480 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഈ ജെയുടെ ലോയ 22,409, അതാണ് 22,409 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഓർത്തോളുക, ആ 586 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഒരു സെല്ലിങ്ങിന്റെ സ്ട്രക്ചർ വർക്ക് ആവാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഇനി ഞാൻ എടുക്കുന്ന ബൈ 23,045 മുകളിൽ മാത്രമേ ഒരു ബൈ എടുക്കൂ. എത്രയാണ്? 23,045 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഈ ഒരു വാല്യൂ ഏരിയ ഹൈയുടെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എവിടെ വരാം? 23,195 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് 23,095 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഈ ഒരു ഓപ്പണിംഗ് ആയ 23,138 ഭാഗത്തേക്ക്, 23,140 ഭാഗത്തേക്കും, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഈ ഒരു ഹൈ 23,190 ഭാഗത്ത് 23,190
190യുടെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതൽ. അതാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് 23,200 നിഫ്റ്റി വരുമോ എന്ന് ചോദിച്ചത്. ആൻസർ ആണ് ഇതാണ്. 23,040 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഭാഗത്തേക്ക് ഒരു ട്രേഡ് സെറ്റപ്പ് പോസിബിൾ ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാളത്തെ ട്രേഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോളുക, നിഫ്റ്റി ഈ 23,000 താഴെ അല്ലെങ്കിൽ 22,900 താഴെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് 22,812 വരെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല, ഈ 22,812 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സൽ ട്രേഡ് സെറ്റപ്പ് നിഫ്റ്റിയെ സംബന്ധിച്ച് നാളത്തേക്ക് പോസിബിൾ ആണ്. ഇനി ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ വാല്യൂ ഏരിയയിലോ 52,200 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു POC ആയ 51,684 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. മിഡ് ക്യാപ്പിൽ അങ്ങനെ ഒരു അത്രയ്ക്ക് ഒരു പോസിബിലിറ്റി ഇല്ല. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങി ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. അതിന് ആദ്യം വേണ്ടത് 12,502 താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മിഡ് ക്യാപ്പിലും ആ ഒരു ട്രേഡ് സെറ്റപ്പ് പോസിബിൾ ആയിട്ട് വരുന്നുള്ളൂ. സോ എല്ലാവരും കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്ത് കൃത്യമായിട്ട് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രോഫിറ്റബിലിറ്റി കിട്ടും. എൻ്റെ എല്ലാ ലെവൽസും കൃത്യമായിട്ട് മാർക്കറ്റിൽ വരുന്നുണ്ട്. സോ ഒരു 75% മുകളിലൊക്കെ ആക്യുറസി ഈ ലെവൽ ട്രേഡിന് കൃത്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. രണ്ടാമത് വേറെ അറിയിപ്പ്, ഈ വരാൻ പോകുന്ന ഏപ്രിൽ മാസം തുടങ്ങുന്ന ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചാണ്. നിങ്ങൾക്ക് അതിൽ M6 സപ്പോർട്ട് പ്ലാൻ കാണും. അതുകൂടാതെ നിങ്ങൾക്ക് ഓപ്ഷൻസിന് ടേബിൾ കാണും. പിന്നെ ലൈവായിട്ട് ട്രേഡ് സജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സൂം മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു മെന്ററിംഗ് ആൻഡ് മെമ്പർഷിപ്പ് ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് DMI നമ്പർ. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി